വെൽക്കം ടു താഹു CS മന്ത്ര. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫീച്ചേഴ്സ് ഓഫ് സി ആണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സിന്റെ ഒരു ഇൻട്രോ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ പറഞ്ഞു നമ്മൾ സി ഡെവലപ്പ് ചെയ്തത് 1972 1972 തൊട്ടിട്ട് ഇപ്പോഴാണെങ്കിലും നമ്മൾ സിനെ നമ്മൾ സ്റ്റിൽ ഒരു പോപ്പുലർ ലാംഗ്വേജ് ആയിട്ട് തന്നെയാണ് കൺസിഡർ ചെയ്യുന്നത്. കാര്യം നിങ്ങളിപ്പം കമ്പ്യൂട്ടർ സയൻസ് റിലേറ്റഡ് ഏതൊരു കോഴ്സ് എടുത്താലും അവിടെ നിങ്ങൾ ഫസ്റ്റ്ലി പഠിക്കുന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് സി ആയിരിക്കും. അപ്പൊ അതിന്റെ റീസൺ അതിന്റെ കുറെ ഫീച്ചേഴ്സ് കൊണ്ടിട്ടാണ്. അതിൽ നമ്മൾ കുറച്ച് ഇമ്പോർട്ടന്റ് ഫീച്ചേഴ്സ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് ഫീച്ചർ ആണ് എന്താണ് മെഷീൻ ഇൻഡിപെൻഡന്റ് ഓർ പോർട്ടബിൾ എന്ന് വെച്ചാൽ സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറഞ്ഞത് മെഷീൻ ഇൻഡിപെൻഡന്റ് ആണ്. ആ ഫീച്ചറിന് തന്നെ നമ്മൾ പറഞ്ഞ വേറൊരു പേരാണ് പോർട്ടബിൾ അല്ലെങ്കിൽ പോർട്ടബിലിറ്റി. ഓക്കെ, ഇനി മെഷീൻ ഇൻഡിപെൻഡന്റ് എന്ന് വെച്ചാൽ ഞാനിപ്പോ എന്റെ ഒരു സി പ്രോഗ്രാം ഒരു മെഷീനിലായിരിക്കും എഴുതുന്നത്. ആ സി പ്രോഗ്രാം നമുക്ക് വേറെ ഏത് മെഷീനിലും റൺ ചെയ്യാൻ പറ്റും. അത് മെഷീനിനനുസരിച്ച് നമ്മൾ കോഡ് മാറ്റി എഴുതേണ്ട കാര്യമില്ല. സപ്പോസ് നിങ്ങളുടെ ലാബിൽ ഇപ്പം ചിലപ്പോൾ ഒരാളായിരിക്കും ശരിക്കും മര്യാദയ്ക്ക് സി കോഡ് എഴുതുന്നത്. എന്നിട്ട് നിങ്ങൾ ബാക്കിയുള്ള സിസ്റ്റത്തിൽ ഇപ്പൊ ടീച്ചർ നോക്കാൻ വരുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും അത് കോപ്പി ചെയ്തായിരിക്കും ബാക്കിയുള്ള സിസ്റ്റത്തിൽ റൺ ചെയ്ത് കാണിക്കുന്നത്. അതിന്റെ റീസൺ എന്താ? സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്നത് മെഷീൻ ഇൻഡിപെൻഡന്റ് ആണ്. അതുകൊണ്ടിട്ട് തന്നെ നമ്മൾ ഒരു സിസ്റ്റത്തിൽ എഴുതുന്ന കോഡ് നമുക്ക് വേറെ ഏത് മെഷീനിൽ വേണമെങ്കിലും അത് റണ്ണാം. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോ ഈ ഒരു സിസ്റ്റത്തിലാണ് എന്റെ hello.c എന്ന് പറയുന്ന സി പ്രോഗ്രാം എഴുതിയത്. അപ്പൊ മസ്റ്റ്ലി ഈ സിസ്റ്റത്തിൽ റണ്ണാവും. ഇത് ഞാനാണെങ്കിൽ എന്റെ ഫ്രണ്ട്സിനും 3 പേർക്ക് ഷെയർ ചെയ്തു. അവരുടെ സിസ്റ്റം എന്ന് പറയുന്നത് എന്റെ സിസ്റ്റത്തിനൊക്കെ വരുന്നതാണ്. ഇപ്പൊ എന്റേത് ഡെല്ലിന്റേതാണെങ്കിൽ ഒരാളുടേത് ടോഷിബി ആയിരിക്കും, ചിലപ്പോൾ ഒരാളുടേത് മാക് ആയിരിക്കും, മാക് OSന്റെ ഏതെങ്കിലും സിസ്റ്റം ആയിരിക്കും. ഇത് ഈ ആളുള്ളത് വേറെ, ഈ 3 പേരുടെ അല്ലാത്ത വേറെ ഏതെങ്കിലും മെഷീൻ ആയിരിക്കും. പക്ഷേ ഇത് ഏത് മെഷീൻ ആണെന്നുണ്ടെങ്കിലും നമ്മുടെ സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഈ മെഷീനിലെല്ലാം വർക്ക് ചെയ്യും. അതാണ് മെഷീൻ ഇൻഡിപെൻഡന്റ് പോർട്ടബിൾ കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. പക്ഷെ ഇതിന് മുന്നേ ഉള്ള സിക്ക് മുന്നേ ഉള്ള 2 ലാംഗ്വേജ് ആണ് മെഷീൻ കോഡ്. മെഷീൻ കോഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബൈനറി ആയിരിക്കും, ഫുൾ സീറോസും വൺസും. അതിന് ശേഷം വന്നതാണ് അസംബ്ലി കോഡ് അല്ലെങ്കിൽ അസംബ്ലി ലാംഗ്വേജ്. ഇത് രണ്ടെന്ന് പറയുന്നത് പോർട്ടബിൾ അല്ല. പോർട്ടബിൾ അല്ല മീൻസ് ഇതെന്ന് പറയുന്നത് നമ്മൾ മെഷീനിനനുസരിച്ച് കോഡ് മാറ്റി എടുക്കൊണ്ടേ ഇരിക്കണം. നമ്മൾ ഒരു മെഷീനിൽ ഈ മെഷീനിൽ ചിലപ്പോൾ അസംബ്ലി കോഡ് എഴുതിയെങ്കിൽ അത് ഈ മെഷീനിൽ വർക്ക് ചെയ്യണമെന്നില്ല. ഓക്കെ, പക്ഷെ സി എന്ന് പറയുന്നത് പോർട്ടബിൾ ആണ്. നമ്മൾ ഒരു മെഷീനിൽ എഴുതിയാൽ മതി, നമുക്ക് അത് വേറെ ഏത് മെഷീനിൽ വേണമെങ്കിലും റൺ ചെയ്യാം. ഓക്കെ, ഇനി രണ്ടാമത്തെ ഫീച്ചർ ആണ് സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്നത് ഒരു മിഡ് ലെവൽ ലാംഗ്വേജ് ആണ്. മിഡ് ലെവൽ എന്ന് പറയുമ്പോൾ പേര് ഡിനോട്ട് ചെയ്യുന്നത് പോലെ അതിന് മുന്നേയും കുറച്ച് സെറ്റ് ഓഫ് ലാംഗ്വേജസ് കാണും, ശേഷം ലാംഗ്വേജസ് കാണും. അതിന് മുന്നേ ഉള്ള ലാംഗ്വേജസ് ആണ് ലോ ലെവൽ ലാംഗ്വേജസ്. അതെന്ന് പറയുന്നത് മെഷീൻ കോഡും അസംബ്ലി കോഡും വരും. അപ്പൊ ഈ ലോ ലെവൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് എന്താണ്? അത് മെഷീനിനോട് അടുത്ത് നിൽക്കുന്ന ലാംഗ്വേജ് ആണ്. കാര്യം നമ്മൾ അത് കോഡ് എഴുതുന്നതെന്ന് വെച്ചാൽ നമ്മുടെ മെഷീനിന്റെ ഇന്റേണൽ ഡീറ്റെയിൽസ് നോക്കിയിട്ടായിരിക്കും. അപ്പൊ അതെന്ന് പറയുന്നത് യൂസറിനെ സംബന്ധിച്ച് എവിടെ എന്ത് വേണം? മോർ എഫേർട്ട് വേണം. പക്ഷെ അവിടെ എന്ന് പറയുന്നത് അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത് കുറവായിരിക്കും. അബ്സ്ട്രാക്ഷൻ ടൈം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് അബ്സ്ട്രാക്ഷൻ കൂടുക എന്ന് പറഞ്ഞാൽ അത് യൂസറിന് എന്താണ്? ഫ്രണ്ട്ലി ആണ്. യൂസർ ഫ്രണ്ട്ലി എന്നാണ് അബ്സ്ട്രാക്ഷൻ കൂടുക എന്ന് വെച്ച മീനിങ്. കാര്യം അബ്സ്ട്രാക്ഷൻ കൂടുമ്പോൾ നമുക്ക് ഇന്റേണൽ ഡീറ്റെയിൽസിനെ പറ്റിയിട്ട് പറയിടാവേണ്ട കാര്യമില്ല. ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പം കാർ ഓടിക്കാൻ പോകുന്നു, നിങ്ങൾ എന്താ ജസ്റ്റ് കീ ഓണാക്കി കാർ സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങൾക്ക് അതിന്റെ ഇന്റേണലി എന്തൊക്കെ നടക്കുന്നു എന്നൊന്നും ഇതിനെ പറ്റിയിട്ട് പറയിടാവേണ്ട കാര്യമില്ല. അതാണ് അബ്സ്ട്രാക്ഷൻ കൊണ്ട് ഉദ്ദേശിച്ചത്. അബ്സ്ട്രാക്ഷൻ കൂടുക എന്ന് പറയുമ്പോൾ അവിടെ യൂസറിന് അല്ലെങ്കിൽ നമുക്ക് എന്താണ് ഹ്യൂമൻസിന്റെ എഫേർട്ട് കുറവായിരിക്കും. നമുക്ക് ജസ്റ്റ് ഉള്ള ഡീറ്റെയിൽസ് യൂസ് ചെയ്താൽ മതി, അതിന്റെ ഇന്റേണലിൽ നടക്കുന്നത് അറിയേണ്ട കാര്യമില്ല. പക്ഷെ ലോ ലെവൽ ലാംഗ്വേജ് എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ യൂസറിന്റെ മോർ എഫേർട്സ് ആയിരിക്കും. കാര്യം ഓരോ മെഷീനിനനുസരിച്ച് ആ ഹാർഡ്വെയറിന്റെ കമ്പോണൻസിനനുസരിച്ച് നമ്മൾ കോഡ് എഴുതി കൊടുക്കേണ്ടി വരും. ഇനി ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് എന്താണ്? യൂസർ ഫ്രണ്ട്ലി ആണ്. അതുകൊണ്ടിട്ട് തന്നെ യൂസറിന് ഇവിടെ ലെസ് എഫേർട്സ് ആയിരിക്കും, അബ്സ്ട്രാക്ഷൻ കൂടുതലായിരിക്കും. കാര്യം നമുക്ക് ഇന്റേണൽ ഡീറ്റെയിൽസിനെ പറ്റിയിട്ട് പറയിടാവേണ്ട കാര്യമില്ല. സി എന്ന് പറയുന്നത് ഇവർക്ക് രണ്ടിനും ഇടയ്ക്കുള്ള ലാംഗ്വേജ് ആണ്. ലോ ലെവലിനും ഹൈ ലെവലിനും ഇടയ്ക്കുള്ള ലാംഗ്വേജ് ആണ് സി എന്ന് പറയുന്നത്. അതുകൊണ്ടിട്ട് തന്നെ ഇതിനെന്താണ്? രണ്ടിന്റെയും ഫീച്ചർ ഉണ്ട്. ലോ ലെവൽ ലാംഗ്വേജിന്റെയും ഫീച്ചർ ഉണ്ട്, ഹൈ ലെവൽ ലാംഗ്വേജിന്റെയും ഫീച്ചർ ഉണ്ട്. ഹൈ ലെവൽ ലാംഗ്വേജിന്റെ ഫീച്ചർ ആണ് ഹ്യൂമൻ ഫ്രണ്ട്ലി ആണ്. നിങ്ങൾക്ക് അറിയാം നമ്മുടെ സി എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ലൈക്ക് ലാംഗ്വേജ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിന്റെ സിന്റാക്സും കാര്യങ്ങളൊക്കെ പഠിക്കാനൊക്കെ എളുപ്പമാണ്. അതേസമയം അതിന് ലോ ലെവൽ ലാംഗ്വേജിന്റെ ഫീച്ചർ ആണുള്ളത്. കാര്യം എന്ന് വെച്ചാൽ ലോ ലെവൽ ലാംഗ്വേജ് നമ്മൾ പറഞ്ഞ മെഷീനോട് അടുത്ത് നിൽക്കുന്നതാണ്. ഹാർഡ്വെയറിനെ നമുക്ക് ഡയറക്റ്റ് ലോ ലെവൽ ലാംഗ്വേജ് വെച്ച് ആക്സസ് ചെയ്യാൻ പറ്റും. നമുക്ക് സിയിൽ ഉള്ള ഒരു ഇമ്പോർട്ടന്റ് ഒരു
ആക്സസ് ചെയ്യാൻ പറ്റും സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ. അതുപോലെ തന്നെ നമുക്ക് എന്താണ് ബിറ്റ് ബേസ് ഓപ്പറേഷൻസും നമ്മുടെ സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ നടത്താൻ പറ്റും. ഇത് രണ്ടും പറഞ്ഞാൽ നമ്മുടെ ലോ ലെവൽ ലാംഗ്വേജിന്റെ ഫീച്ചറാണ്. അപ്പം സി മിഡ് ലെവൽ ലാംഗ്വേജ് ആയതുകൊണ്ടിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യുന്നു, അതിന് ലോ ലെവൽ ലാംഗ്വേജിന്റെയും ഫീച്ചർ ഉണ്ട്, ഹൈ ലെവൽ ലാംഗ്വേജിന്റെയും ഫീച്ചർ ഉണ്ട്. നെക്സ്റ്റ് ഫീച്ചർ ആണ് പോപ്പുലർ ചോയ്സ് ഫോർ സിസ്റ്റം ലെവൽ സോഫ്റ്റ്വെയർസ്. നമ്മൾ നേരത്തെ പറഞ്ഞു സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്നത് ഒരു മിഡ് ലെവൽ ലാംഗ്വേജ് ആണ്. അതുകൊണ്ട് അതിന് രണ്ടിന്റെയും ലോ ലെവലിന്റെയും ഹൈ ലെവലിന്റെയും ഫീച്ചർ ഉണ്ട്. സോ നമുക്ക് സിനെ സിസ്റ്റം സോഫ്റ്റ്വെയർസിന് ഡെവലപ്പ് ചെയ്യാനും യൂസ് ചെയ്യാം, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസിന് ഡെവലപ്പ് ചെയ്യാനും യൂസ് ചെയ്യാം. നമ്മുടെ ഇപ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അതിൽ മാക് ആയിക്കോട്ടെ, ലിനക്സ് ആയിക്കോട്ടെ, വിൻഡോസ് ആയിക്കോട്ടെ, എല്ലാ പോപ്പുലർ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെയും കേണൽസ് ഇപ്പോഴും എഴുതിയിരിക്കുന്നത് എന്തിലാണ്, സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലാണ് എഴുതിയിരിക്കുന്നത്. അതുപോലെ തന്നെ കമ്പൈലേഴ്സ്, അസംബ്ലേഴ്സ്, എംബഡഡ് സിസ്റ്റം, ഇതെല്ലാം ഇതിലും നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്നത് സി ആണ്. അതുപോലെ തന്നെ നമ്മുടെ ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻസിലും ചിലടത്ത് നമ്മൾ സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിനെ ഉപയോഗിക്കുന്നുണ്ട്. കാര്യം സി എന്ന് പറയുന്നത് ഒരു മിഡ് ലെവൽ ലാംഗ്വേജ് ആയതുകൊണ്ടിട്ട്. അടുത്തൊരു ഫീച്ചറാണ് ലെസ് ലൈൻസ് ഓഫ് കോഡ്. സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് നമ്മളിപ്പോൾ അസംബ്ലി കോഡ് അതിന് മുന്നേ മെഷീൻ കോഡായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ലെസ് ലൈൻസ് ഓഫ് കോഡ് മതി. ഫോർ എക്സാമ്പിൾ നമുക്ക് ഇപ്പൊ 2+3ന്റെ സം കാണുന്ന ഒരു പ്രോഗ്രാം ഇടണം. അത് അസംബ്ലി കോഡിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും ഇൻസ്ട്രക്ഷൻസ് എഴുതണം. ഇത് എന്താണെന്ന് നിങ്ങൾ ഇപ്പോ പഠിക്കേണ്ട, നിങ്ങൾ അസംബ്ലറിന്റെ സെപ്പറേറ്റ് ഒരു കോഴ്സ് ആയിട്ട് പഠിക്കും. ഇവിടെ ഇപ്പൊ ജസ്റ്റ് 2 എന്ന് പറയുന്ന നമ്പറിന് ഇതൊരു രജിസ്റ്റർ ആയിരിക്കും. നമ്മൾ എന്താണ് രജിസ്റ്ററിലേക്ക് മൂവ് ചെയ്തു, 3 വേറെ രജിസ്റ്ററിലേക്ക് മൂവ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഈ രജിസ്റ്റേഴ്സിലെ കണ്ടന്റ് നമ്മൾ ആഡ് ചെയ്യുന്നു. പിന്നെ അതിന് ആ റിസൾട്ട് കിട്ടിയ റിസൾട്ടിനെ നമ്മൾ റിസൾട്ട് എന്ന് പറയുന്നതിലേക്ക് മൂവ് ചെയ്യുന്നു. ഇത്രയാണ് നമുക്ക് അസംബ്ലിയിൽ കോഡ് എഴുതേണ്ടത്. പക്ഷെ സിയിലേക്ക് വരുമ്പോൾ നമുക്ക് എന്താണ്, ജസ്റ്റ് 2+3 എന്ന് പറഞ്ഞിട്ട് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യുന്നു, 2ന്റെയും 3ന്റെയും സം കിട്ടും. നമ്മൾ ഇത്രയും ഇൻസ്ട്രക്ഷൻ എഴുതുന്നതിന് പകരം നമുക്ക് സിയിൽ ഒരൊറ്റ ലൈനിൽ തന്നെ നമുക്ക് എന്താണ് റിസൾട്ട് കിട്ടും. നെക്സ്റ്റ് ഫീച്ചർ ആണ് സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് പ്രൊസീജറൽ ലാംഗ്വേജ്. പ്രൊസീജർ മീൻസ് ഫംഗ്ഷൻ. നമുക്ക് സി പ്രോഗ്രാമിനെ മൊത്തത്തിൽ ഒരു സെറ്റ് ഓഫ് ഫംഗ്ഷൻസ് ആയിട്ട് കൺസിഡർ ചെയ്യും. കാരണം നമ്മൾ സി പ്രോഗ്രാം എടുത്തു കഴിഞ്ഞാൽ അതിൽ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസ് കാണും, ലൈബ്രറി ഫംഗ്ഷൻസ് കാണും, പിന്നെ യൂസർ ക്രിയേറ്റ് ചെയ്ത ഫംഗ്ഷൻസ് കാണും. നമുക്ക് സീനെ ഒന്ന് കൺസിഡർ ചെയ്താൽ അത് കുറെ സെറ്റ് ഓഫ് ഫംഗ്ഷൻസ് ആയിട്ടായിരിക്കും നമുക്ക് കാണാൻ കഴിയുന്നത്. നമുക്ക് ഫോർ എക്സാമ്പിൾ നമ്മുടെ സി പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴും റൺ ചെയ്യാൻ തുടങ്ങുന്നത് മെയിൻ വെച്ചിട്ടാണ് പറഞ്ഞു. മെയിൻ എന്ന് പറയുന്നത് തന്നെ ഒരു ഫംഗ്ഷൻ ആണ്. ഓക്കെ, എന്നിട്ട് മെയിൻ ഫംഗ്ഷൻ അകത്ത് നമ്മൾ എന്താണ് ഇത് രണ്ടും എന്ന് പറയുന്നത് IO ലൈബ്രറി ഫംഗ്ഷൻസ് ആണ്. നമ്മൾ ഏതൊരു സിമ്പിൾ പ്രോഗ്രാം എഴുതിയാൽ അവിടെ മിക്കപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്ന 2 ഫംഗ്ഷൻസ് ആണ് പ്രിന്റ്എഫും സ്കാൻഎഫും. അതെന്ന് പറയുന്നത് എന്താണ്, അതൊരു ഫംഗ്ഷൻസ് ആണ്. ഇത് നമുക്ക് ഫോർ എക്സാമ്പിൾ നമുക്കൊരു കാൽക്കുലേറ്റർ പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ നമുക്ക് അവിടെ എന്ത് വേണം, അഡീഷൻ വേണം, സബ്ട്രാക്ഷൻ വേണം, എന്താണ് ഡിവിഷൻ വേണം, മൾട്ടിപ്ലിക്കേഷൻ വേണം. ഓക്കെ, നമുക്കൊരു കാൽക്കുലേറ്റർ പ്രോഗ്രാമിന് വേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അവിടെ അഡീഷൻ, സബ്ട്രാക്ഷൻ, ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഈ 4 കമ്പോണൻസ് വേണം. നമുക്ക് ഒന്നെങ്കിൽ എന്ത് ചെയ്യാം, നമ്മുടെ മെയിനില് ഈ 4 അഡീഷനും സബ്ട്രാക്ഷനും മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷനും നമുക്ക് മെയിൻ പ്രോഗ്രാമിൽ തന്നെ എഴുതാം. അല്ലാന്നുണ്ടെങ്കിൽ എന്താ, നമുക്ക് ഇത് 4 സെപ്പറേറ്റ് ഓരോ മൊഡ്യൂൾ ആയിട്ട് എഴുതാം. മൊഡ്യൂൾ എന്ന് വെച്ചാൽ മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ഫംഗ്ഷൻസ് തന്നെയാണ്. സെപ്പറേറ്റ് മൊഡ്യൂൾസ് വെച്ചാൽ നമുക്ക് സെപ്പറേറ്റ് ഫംഗ്ഷൻസ് ആയിട്ട് എഴുതാം. അതിനുശേഷം എന്താ, നമുക്ക് അത് മെയിൻ പ്രോഗ്രാമിൽ ജസ്റ്റ് കോൾ ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ നമ്മൾ ഇങ്ങനെ സെപ്പറേറ്റ് ഫംഗ്ഷൻസ് എഴുതുന്ന അല്ലെങ്കിൽ സെപ്പറേറ്റ് ഇങ്ങനെ മൊഡ്യൂളാക്കി എഴുതുന്നതിനെ പറയുന്നതാണ് മോഡുലാരിറ്റി. ഓക്കെ, അപ്പൊ നമ്മുടെ സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പ്രൊസീജറൽ ലാംഗ്വേജ് എന്ന് പറയുന്നതിന്റെ റീസൺ മനസ്സിലായി. നമ്മുടെ സി പ്രോഗ്രാം നമ്മൾ കൺസിഡർ ചെയ്താൽ അത് കുറെ കുഞ്ഞു കുഞ്ഞു മൊഡ്യൂൾസ് കാണും, അല്ലെങ്കിൽ കുഞ്ഞു ഫംഗ്ഷൻസ് ഉണ്ടാവും. അതെന്ന് പറയുന്നത് ബിൽറ്റ്-ഇൻ ആയിരിക്കാം, ലൈബ്രറി ആയിരിക്കാം, യൂസർ ഫംഗ്ഷൻസ് ആയിരിക്കാം. ഇതെല്ലാം കൂടി കമ്പോസ് ചെയ്തതാണ് ഒരു മൊത്തത്തിലുള്ള ഒരു സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ സി ഒരു പ്രൊസീജറൽ ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഇത് ഇത്രയാണ് നമ്മുടെ ഫീച്ചേഴ്സ് ഓഫ് സിയിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ഇനിയും നിറയെ ഫീച്ചേഴ്സ് ഉണ്ട്, പക്ഷെ ഇത് ഇത്രയാണ് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇത് ഡിസ്കസ് ചെയ്തത്. നിങ്ങൾക്ക് ഇന്ന് പഠിപ്പിച്ച ടോപ്പിക്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമന്റ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ എന്റെ മെയിൽ ഐഡി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് അതിൽ ചോദിക്കാം. ഇനി എന്തെങ്കിലും ഫീഡ്ബാക്കോ സജഷൻ എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക്
കമന്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ.